5-8 വർഷമായിട്ട് നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ. വൈഫ് അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അതിനൊരു അവസാനം വേണം. ഞങ്ങൾ പുതിയ വാഷിംഗ് മെഷീൻ എടുക്കാൻ പോവാണ്. അത് എടുത്തിട്ട് ഇനി തിരിച്ചു വരുള്ളൂ. മിക്ക ആൾക്കാരുടെ പണിയും തെറിക്കും. അത് എണ്ണം കുറയും, ആളെ ആവശ്യമില്ലാതെ വരും. അങ്ങനെ വാവക്കുട്ടീൻ്റെ മുടി വെട്ടിക്കാനായിട്ട് പോവാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൽ എന്ന് പറയുകയാണെങ്കിൽ വൈഫിനെ കൊണ്ടാക്കാൻ പോവാണ്. കുട്ടിക്കുന്നില്ല, കുട്ടീൻ്റെ കാര്യങ്ങളൊന്നും മൊത്തം അച്ഛനാണ് നോക്കുന്നത്. അച്ഛനും അമ്മയും ഉണ്ടാവും. എനിക്കിന്ന് കുറച്ച് റെസ്റ്റ് കിട്ടുന്ന ദിവസമാണ്. അത്യാവശ്യം പോയിട്ടുണ്ട്. അത്യാവശ്യം പോയിട്ടുണ്ടോ? പറയില്ലേ സ്വന്തം അപ്പി ഇട്ടോ? എത്ര ഇട്ടു? കുറച്ച്. എന്നിട്ട് എന്താ അമ്മയുടെ അടുത്ത് അത്യാവശ്യം എന്ന് പറഞ്ഞു? 5-8 വർഷമായിട്ട് നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ. വൈഫ് അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്കോടും ഇടയ്ക്ക് നിൽക്കും. ഒരുപാട് പൈസ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടും ചിലവായി. ഇന്ന് അതിനൊരു അവസാനം വേണം. ഞങ്ങൾ പുതിയ വാഷിംഗ് മെഷീൻ എടുക്കാൻ പോവാണ്. അത് എടുത്തിട്ട് ഇനി തിരിച്ചു വരുള്ളൂ. അതെന്താ മാറ്റേണ്ട അവസ്ഥ തന്നെ. അതിങ്ങനെ റിപ്പയർ വന്നോണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. ഒച്ചയൊക്കെ കേൾക്കും, വെള്ളമൊക്കെ വരും. പക്ഷെ അതെന്തോ ഒരു ഹീറ്റ് ആവുന്നുണ്ട് അതിനുള്ളിൽ, എന്തൊരു കോയിലെന്തോ. അതും മാറ്റിയിട്ട് അവർക്ക് വർക്കാവണില്ല അത്ര. അല്ല, നേരെയാവും, പക്ഷെ എത്ര കാലം നേരെയാവും എന്നുള്ളത് അറിയില്ല. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കൂന്നാ പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഇപ്പൊ അത്രയും വാങ്ങാൻ മാത്രമുള്ള ഒരു എമൗണ്ട് നമ്മൾ റിപ്പയർ കോസ്റ്റ് ആയിട്ട് ചെലവാക്കിയിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ അതിനകത്തിട്ട ചളിപ്പോക്കൊക്കെ കണക്കന്നെ. വേർപ്പൊക്കെ പോയി കിട്ടും, അതാണ് ഗുണമുള്ളൂ. ചളിയൊക്കെ പോകണമെങ്കിൽ അതിന്റെ ടോപ്പ് ക്വാളിറ്റിയിലൊരു സാധനം ഉണ്ട്. 1,20,000 വാഷിംഗ് മെഷീൻ ഉണ്ട്. അതെടുക്കണം. അത് ഉണക്കി കയ്യിൽ മടക്കി ഇസ്തിരിപ്പെട്ടിട്ട് കയ്യിൽ തരും. അങ്ങനത്തെ ക്വാളിറ്റിയിലുള്ളൊരു സാധനം ഉണ്ട്. പറയൂ. ഒന്നുമില്ല, എല്ലാം AI വന്ന് ഹാൻഡ് ഓവർ അല്ല ടേക്ക് ഓവർ ചെയ്യല്ലേ നമ്മുടെ ജോബ്സ് ഒക്കെ. എല്ലാം വാനിഷ് ആവില്ലേ, ആവുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നീ എന്താണ് ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? പിന്നെ കുട്ടീനെ നമ്മൾ എന്താ പഠിപ്പിക്കുക, എന്തിൻ്റെ ഇതിലാണ് പോക്ക് ഉണ്ടാവുക, ഒരു ഐഡിയ ഇല്ല. അതൊക്കെ ആലോചിച്ചാൽ നല്ല ടെൻഷനാണ്. അതിൻ്റെ ലോകത്തുള്ള എന്തെങ്കിലും പഠിപ്പിക്കണം. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട്. ആ മേഖലയിലുള്ള ജോലികൾക്ക് മാത്രമേ ഇനി സ്ഥിരത ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ കണക്കാണ്. മിക്ക ആൾക്കാരുടെ പണിയും തെറിക്കും. അത് ഗവൺമെന്റ് ജോലിയിൽ എണ്ണം കുറയും, ആളെ ആവശ്യമില്ലാതെ വരും. കുറച്ചു പേരെ കൊണ്ട് കൂടുതൽ പണിയെടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറും AI വരുന്നതോട് കൂടിയിട്ട്. ഇതാണ് 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അയ്യോ കുഞ്ഞവാവ ഒക്കത്ത് കയറി കൂടിയിരിക്കുക കുഞ്ഞാവ. എന്നാ വലിയ വാവായിട്ടാണ് ഒക്കത്ത് കയറിയിരിക്കണേ. വടണ്ട് ഉഴുന്നുവടയുണ്ട്. അമ്മക്കുണ്ടല്ലോ. ആ അമ്മക്കുണ്ടല്ലോ, അത് പിന്നെ വാങ്ങാലോ. അതിനുണ്ടല്ലോ. എല്ലാം കൂടി വെച്ചിട്ട് ടേബിളിൽ നിന്ന് 1 ഇഞ്ച് സ്ഥലമില്ല. ചായ അങ്ങോട്ട് വെച്ചിട്ട് തട്ടി കളയുന്നു. മെഷീൻ്റെ തുണി എടുക്കാൻ പറ്റുമോ പുറത്തേക്ക്? പറ്റിച്ചാൽ ഞാൻ അവിടെ കയ്യിൽ ഇവിടെ അങ്ങനെ തിരുപ്പിട്ടോ. എനിക്ക് കുഞ്ഞാനൊന്നും വയ്യ, പുള്ളി തിരുന്നു പാവം. അവൾ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതിന് എന്തെങ്കിലും ഒന്ന് വഴി ചെയ്യണം. അമ്മയാണ് കുക്കിങ്. ഒന്നുമില്ല, ദോശ ഉണ്ടാക്കുന്നുള്ളൂ. എരുമകളുടെ സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ. നിറയുണ്ട്. തൻ്റെ അവിടുത്തെ ഒനിയുടെ അല്ലേ? ഒമ്പതേ മുക്കാലായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ നേരമാണ്. ദോശ, സാമ്പാർ, ചട്നി, എല്ലാവിധ ചട്നി ഉണ്ട്. എല്ലാറ്റിനുപരി പരിപ്പ് വട, ഉഴുന്നുവടയൊക്കെ ഉണ്ട് ഇതിനകത്ത്. കുട്ടി നമുക്ക് മുടി വെട്ടാൻ പോയാലോ?
മുടി വെട്ടാൻ പോണ്ടേ? എന്നാ പോവാ. അങ്ങനെ വാവക്കുട്ടീന്റെ മുടി വെട്ടിക്കാനായിട്ട് പോവാൻ പോവാണ്. ചെത്തന്റെ പുതിയ മുടി വെട്ടിയത് ഇഷ്ടായോ? ശരിക്കും ഇഷ്ടായോ? വെട്ടിയല്ലോ? ചീകി വെച്ചിരിക്കല്ലേ? താത്തിയാണല്ലോ, പെൺകുട്ടിയല്ലേ, എത്രയല്ലേ വെട്ടാൻ പറ്റൂ? മുടിയാവും നേരത്തെ ഇന്ന് 12:30 വരെ ഉള്ളൂ ക്ലാസ്. അപ്പോ ഇപ്പൊ കൂട്ടിയിട്ട് വരണം. 12 മണിയായി, ഇറങ്ങാൻ പോവാണ്. എന്താ ചിരിച്ചോണ്ട് നിക്കണേ? എന്താ ഗുഡ് ന്യൂസ് ഉള്ള പോലെ? അത്രേ ഉള്ളൂ. ഞാൻ ചിരി കണ്ടപ്പോ ക്യാമറ ഓൺ ആക്കിയത് എന്തോ ഗുഡ് ന്യൂസ് പറയാനുണ്ടെന്ന് എഴുതിയിട്ട്. നത്തിങ്. എന്നാ പോവാ. പാടി ശരവണയിലുള്ള ഒരു 7 നില ബിൽഡിങ്ങിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല കമ്പനി അല്ലേ? AC കുഴപ്പമില്ല. വോൾട്ടാസ് ഇപ്പൊ ഇല്ലെങ്കിൽ അങ്ങനത്തെ മടങ്ങാൻ പറ്റുമോ? ആ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചിട്ട് ഇപ്പൊ എത്രയായി ആ ചെലവ്? അതിന് മേലെ ഒരു വട്ടം ഡ്രമ്മ് അതിന് ആ ഓപ്പണിങ് കേട്. ആ ഡ്രമ്മിന് ഇപ്പോഴും ഡ്രമ്മിന്റെ പ്രോബ്ലം തന്നെയാണ് അല്ലേ? അതിനേക്കാളും പുതിയത് വാങ്ങിക്കല്ലേ. ഇത് വോൾട്ടേഴ്സ് ഇല്ലല്ലോ. പക്ഷെ ഈ ഹാൻഡ് നല്ല കമ്പനി അല്ലേ? ഒന്ന് അച്ഛനോട് ചോദിച്ചിട്ട് ഒന്ന്. അങ്ങനെ കുറേ നേരം ഇരുന്ന് സെലക്ട് ചെയ്ത് ബോഷിന്റെ ഒരു വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ ഞങ്ങള് ഇപ്പോ ശരവണയിൽ പോയിട്ട് തിരിച്ചു വന്നു. പാടി ശരവണ അവിടെ പോയിട്ട് വാഷിംഗ് മെഷീൻ വാങ്ങിയില്ലടാ. ബോഷ് കമ്പനിയാണ്, ഒരു ഉഗ്രൻ മോഡലാണ്. ഞങ്ങളതിന് സെലക്ട് ചെയ്ത് വന്ന് വാങ്ങിച്ചു. ഇത് 5 സ്റ്റാർ ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീനാണ്. ഒരുപാട് കറണ്ട് ചിലവൊന്നും വരില്ല. സാധനം ഓർഡർ ചെയ്തു. പിന്നീട് അറിയണത് സ്റ്റോക്ക് അവിടെ ഉണ്ട്, ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരാഴ്ച കഴിയും സാധനം എത്താൻ. അടുത്ത വെള്ളിയാഴ്ച സാധനം എത്തുള്ളൂ. എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള വാഷിംഗ് മെഷീൻ്റെ തലവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടൂലടാ. അതെ, നല്ല റിലീഫ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് റിപ്പയർ, ഇടയ്ക്കിടയ്ക്ക് പൈസ. ഒരു വാഷിംഗ് മെഷീനുള്ള ചെലവ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലടാ. അപ്പൊ ഇന്നത്തെ കുട്ടി വ്ളോഗ് അത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.